ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് മുരിങ്ങാക്കോലും തക്കാളിയൊക്കെ കൊണ്ട് ഒരു അടാറ് രുചിയുള്ളൊരു ഒഴിച്ചുകറി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. പോകാം നേരെ വീഡിയോയിലേക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ട്. ഒരു 4-5 പീസ് ഉണ്ട് കേട്ടോ. ഇപ്പം മുരിങ്ങാക്ക സീസൺ അല്ലേ. ഒരു തക്കാളിക്ക് ഇതിലെല്ലാം കൂടി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കും. ഇതിലേക്കൊരു 4-5 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് 5 എണ്ണം ഞാൻ ഇടുന്നത്. 5 പച്ചമുളക് എടുത്തത് ഇതേപോലെ ഇങ്ങനെ ഇവിടെ സെൻറ്ററിൽ കയറിയിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വേകട്ടെ. ഈ മുരിങ്ങാക്കോലൊക്കെ ഒന്ന് വേകണം. വേകുന്ന സമയത്ത് നമുക്ക് ആ ഒരു അരപ്പ് തയ്യാറാക്കണം. ആ അരപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് തൈര് ഒഴിച്ചും വെക്കും, തൈര് ഒഴിക്കാതെയും വെക്കും കേട്ടോ. 2 രീതിയിൽ വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഇതിനൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ മുരിങ്ങാക്കോലിലൊക്കെ ആ ഉപ്പൊന്ന് പിടിക്കും. അതവിടെ ആവുന്ന സമയത്തിന് നമുക്ക് 2 വെളുത്തുള്ളിയും ഒരു 3-4 ചെറിയ ഉള്ളിയും കുറച്ച് തേങ്ങയും ജീരകവും കൂടി ഇട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിന് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാവേ. ഇതുപോലെ ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയ്ക്കയും തക്കാളിക്കയും ഒക്കെ ഒരുവിധം നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കളർ മാറാനുണ്ട് കേട്ടോ. മുരിങ്ങയ്ക്കയുടെ ഒരു കളറൊക്കെ ഒന്ന് മാറി കിട്ടണം. അതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. കാരണം നമ്മൾ വെള്ളം കുറച്ചല്ലേ വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ സൈഡും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും കേട്ടോ. നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് നമുക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി കലക്കി ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. 1 കപ്പ് തൈര്. അധികം പുളിയില്ലാത്ത തൈരാണേ. അപ്പം ഞാൻ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ ഉള്ളി കേട്ടോ. ഇപ്പം അതായിട്ടുണ്ട്. നമുക്ക് 2 വറ്റൽ മുളക്, 1 നുള്ളി മുളക് പൊടി കേട്ടോ. ഡയറക്റ്റായിട്ട് ഇതട്ടങ്ങ് വെച്ച് കൊടുക്കാം. അടിപൊളി ഒരു കറി റെഡി ആയിട്ടുണ്ട്. ഈ മുരിങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.